കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യം നോൺ ഡി സി ആർ പാനൽ നമുക്ക് ചൂസ് ചെയ്തോടെ എന്തുകൊണ്ട് ഡി സി ആർ പാനൽസ് ചൂസ് ചെയ്യണം എന്നാണ്. വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഏപ്രിൽ 15-ാം തീയതിയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നോൺ ഡി സി ആർ പാനൽസ് ആണ് ശരിക്കും ലാഭകരം. എന്തുകൊണ്ടെന്ന് പറയാം. 3 കിലോവാട്ട് ഓർ 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ PM സൂര്യഗർ സ്കീമിൽ 78,000 ആണ് മാക്സിമം സബ്സിഡി കിട്ടുന്നത്. ഇതിൽ ഏത് കപ്പാസിറ്റി നിങ്ങൾക്ക് നോൺ ഡി സി ആർ വെച്ച് ചെയ്യണം, ഏത് കപ്പാസിറ്റി ഡി സി ആർ വെച്ച് ചെയ്യണം. ഡി സി ആർ 3 കിലോവാട്ട് നിങ്ങൾ ഓൺ ഗ്രിഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ PM സൂര്യഗർ സ്കീമിൽ ചെയ്താൽ ചിലപ്പം ലാഭകരമായിരിക്കും. ഇന്നത്തെ സമയത്ത് 5 കിലോവാട്ട് ആൻഡ് അബോവ്, ഈവൻ 5 കിലോവാട്ടും PM സൂര്യഗർ സ്കീമിലും ചെയ്യാം. ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. നിങ്ങൾക്ക് അത്രയും ക്ഷമമുണ്ട്, സമയമുണ്ട്. ഇപ്പം പാനൽ അവൈലബിലിറ്റിയും കുറവാണ്. ടോപ്പ് കോൺ പാനൽ തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്നത്. ടോപ്പ് കോൺ പാനൽസിന് DCR സെൽസ് വെച്ച് നിർമ്മിക്കുന്നത് ഇപ്പം കുറച്ച് പ്രശ്നങ്ങളായിട്ട് വരുവാണ്. ബിക്കോസ് ഒരു ഡിലേ വരുന്നുണ്ട്, DCR സെൽസ് കിട്ടുന്ന ഒരു ഡിലേ വരുന്നുണ്ട്, പ്രൈസും കൂടി വരുന്നുണ്ട്. എല്ലാ ബ്രാൻഡ്സിനും, അദാനി, വാരി, വിക്രം, റിന്യൂ, എല്ലാ ബ്രാൻഡ്സിനും ഡിലേ വരുന്നുണ്ട്. ചില ലോക്കൽ ബ്രാൻഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാ കസ്റ്റമേഴ്സിനും അത് വേണ്ടെന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് 5 കിലോവാട്ട് ആൻഡ് അബോവ് നിങ്ങൾ നോൺ DCR പാനൽസ് വെച്ച് ചെയ്യുന്നതാണ് ലാഭകരം, കസ്റ്റമേഴ്സിന് ലാഭകരം. 3 കിലോവാട്ട് സിസ്റ്റം നിങ്ങൾക്ക് സബ്സിഡി സ്കീമിൽ ചെയ്യാം. ബിക്കോസ് അതിലൊരു ചെറിയൊരു ലാഭം കിട്ടുന്നുണ്ട്, കസ്റ്റമറിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 78,000 ഗവൺമെന്റിൽ നിന്ന് തിരിച്ചു വരുന്നതുകൊണ്ട് ആ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. വേറെ 5 കിലോവാട്ട് ഇപ്പൊ നമുക്ക് കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു നോൺ DCR പാനൽസ് വെച്ച് ചെയ്യുന്ന സിസ്റ്റം എത്രയാണ് വരുന്നത്? ബേസിക്കലി ഒരു 2,50,000 ആ റേഞ്ചിലാണ് വരുന്നത്. സബ്സിഡി സ്കീമിൽ ഉള്ള 5 കിലോവാട്ട്, അതായത് DCR പാനൽസ് വെച്ച് ചെയ്യുന്ന 5 കിലോവാട്ടിന് നമുക്കൊരു 3,20,000, 3,15,000 to 3,20,000, ഈവൻ 3,25,000 വരെ വരുന്നുണ്ട് 5 കിലോവാട്ട് സിസ്റ്റം. അപ്പം ഈ ഒരു 75,000 നമുക്ക് ഡെഫിനറ്റ്ലി ലാഭമാണ്. സോ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഓൺലി 3 കിലോവാട്ട് ഓർ 4 കിലോവാട്ട് ഇസ് ഫിനാൻഷ്യലി ഫീസിബിൾ ഇൻ PM സൂര്യഗർ സബ്സിഡി സ്കീം ഫോർ DCR പാനൽസ്. 5 കിലോവാട്ട് ആൻഡ് അബോവ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ PM സൂര്യഗർ സ്കീം ചെയ്താലും ശരി, നോൺ DCR പാനൽസ് വെച്ച് ചെയ്താലും ശരി, രണ്ടും ലാഭകരം തന്നെയാണ്. നോൺ DCR പാനൽസ് ആകുമ്പോൾ എളുപ്പത്തിൽ പാനൽസും കിട്ടുന്നുണ്ട്, അതുപോലെ ഡിലേ വരുന്നില്ല, സബ്സിഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ സബ്സിഡി സ്കീമിനെ ഡിസ്കറേജ് ചെയ്യുന്ന വീഡിയോ അല്ല. നോൺ DCRനും DCRനും എന്താണ് ഇത്രയും ഒരു പ്രൈസ് സിമിലാരിറ്റി വരുന്നതെന്ന് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതുകൊണ്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏപ്രിൽ 2025 നോക്കുവാണെങ്കിൽ DCR പാനൽസ് ഷോർട്ടേജ്, അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഷോർട്ടേജ് ആണ്. ഇന്ത്യ മൊത്തവും അവൈലബിലിറ്റി കുറവാണ്. പർട്ടിക്കുലർലി ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസിന് ഒട്ടും അവൈലബിലിറ്റി ഇല്ല. വേറെ നമ്മൾ നോൺ DCR അല്ലാത്ത സെല്ല് വെച്ച് നിർമ്മിച്ചിട്ടുള്ള ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസ് അവൈലബിൾ ആണ്. അതും ബെസ്റ്റ് എഫിഷ്യൻസി തരുന്നുണ്ട്. എഫിഷ്യൻസി വൈസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടും സിമിലർ തന്നെയാണ്. ഓക്കെ, DCR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മെയ്ഡ് സെൽസ് ആയിരിക്കും, നോൺ DCR എന്ന് പറയുമ്പോൾ നോൺ ഇന്ത്യൻ മേക്ക് സെൽസ് ആയിരിക്കും, ചൈനയെന്നോ പുറത്തുനിന്ന് വന്ന് സെൽസ് വെച്ച് നിർമ്മിച്ച പാനൽസ് ആയിരിക്കും. ഓക്കെ, സോ ഇത് നിങ്ങൾ നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്.